നിങ്ങൾ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക ബ്യൂട്ടി റിലേറ്റഡ് പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം അവരവരുടെ പ്രശ്നങ്ങൾ പറയും. ഫോർ എക്സാമ്പിൾ, എൻ്റെ മുഖത്ത് കുറേ മുഖക്കുരുകൾ വന്നു, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് കുറേ പോർസ് വന്നു, പാടുകൾ, ഡാർക്ക് സ്പോട്ട്സ് വന്നു, അല്ലെങ്കിൽ എൻ്റെ പുരികത്തിന് കട്ടി കുറഞ്ഞു, അപ്പോഴാണ് ഞാൻ ഈ സിറം യൂസ് ചെയ്തത്. ഇത് യൂസ് ചെയ്തപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പോയി. എൻ്റെ ചുണ്ടിന് പിഗ്മെൻറ്റേഷൻ സംഭവിച്ചു, അപ്പോൾ എൻ്റെ ചുണ്ട് ഡാർക്കായി. അപ്പോൾ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തപ്പോൾ ചുണ്ടിന് നല്ല നിറം കിട്ടി. അല്ലെങ്കിൽ ഹെയർ ലോസ് കാണിക്കും, മുടിയൊക്കെ പോയത് നിങ്ങളെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കും, എന്നിട്ട് മുടി വന്ന ഒരു വീഡിയോയും കാണിക്കും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾക്ക് എന്താണ് സംഭവിക്കുക? നമ്മൾക്ക് ഇതുവരെ കാണാത്തൊരു ഡാർക്ക് സ്പോട്ട് നമ്മുടെ മുഖത്ത് കാണും. ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഡാർക്ക് സർക്കിൾസ് നമ്മൾ കണ്ണിന് ചുറ്റും കാണും. അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത പുരികം ശ്രദ്ധിക്കാൻ തുടങ്ങും, മുടി ശ്രദ്ധിക്കാൻ തുടങ്ങും, മുഖം ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ആഡ് കാണുന്നു, ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കവർ ചെയ്യുന്നു, അതിൻ്റെ സൊല്യൂഷൻ തേടുന്നു. ഒരു തെറ്റുമില്ല, ഇറ്റ്സ് വെരി ലോജിക്കൽ, റൈറ്റ്? പക്ഷെ പ്രശ്നം എന്താണ്? ആ വീഡിയോ കാണുന്നതിന് മുന്നേ ആ പ്രോബ്ലം നമുക്ക് ഉണ്ടായിരുന്നോ? അതാണ് ചോദ്യം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ബ്യൂട്ടി ഇൻഡസ്ട്രി എങ്ങനെ നമ്മൾക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടാണ്. ഇവർ ശരിക്കും പ്രൊഡക്റ്റ് അല്ല സെല് ചെയ്യുന്നത്, മറിച്ച് നമ്മളുടെ